ദാമ്പത്യ ജീവിതം സുഖപ്രദമാക്കാൻ 10 വഴികൾ. അത് കൊള്ളാം. ഈ സുബ്ബു എവിടെ പോയി കിടക്കുക? ഇനി മുതൽ നിന്റെ റൂമിൽ കിടക്കണ്ട. പോടാ വെളിയെ. പോ. സുബ്ബു അവൻ കിടക്കാൻ കളി. ആ സുബ്ബു ഉക്കാര് ഉക്കാര് കണ്ണേ. എന്നോട് എല്ലാം ഇത് നീ വച്ചുക്കോ. നിന്നുടെ കാര്യങ്ങളെല്ലാം നടത്താൻ അപ്പാവായ നാനല്ലേ ഉള്ളൂ. നിന്നുടെ ഭർത്താവ് അറിവുകെട്ട മുണ്ടം. അവൻ ചില്ലി കാശ് ചെലവാക്കുവോ നിന്റെ കാര്യത്തിന് വേണ്ടി? ഇതിൽ നിന്ന് 5 പൈസ ചോദിച്ചാൽ നീ അവന് കൊടുത്തു പോകരുത്. മനസ്സിലായോ? അങ്ങനെ ശരിയാക്കി തരാം. யாரு? തിരുടനെ പിടിച്ചാ നോക്ക് സുബ്ബു. എന്റെ സുബ്ബു സ്വന്തം വീട്ടിൽ നിന്ന് കാശെടുത്ത് എങ്ങനെയാ മോഷണാവുന്നത്? ഞാനൊരു ബൈക്ക് എടുക്കാൻ വേണ്ടി ലോൺ എടുക്കണ്ടല്ലോ എന്ന് കരുതിട്ടല്ലേ വീട്ടിൽ നിന്ന് തന്നെ എടുത്തത്. നിനക്ക് ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിലേ നീ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ബൈക്ക് എടുക്കണം. അല്ലാതെ എന്റെ കാശല്ല കട്ടെടുക്കേണ്ടത്. മനസ്സിലായോടാ? കള്ള കായംകുളം കൊച്ചുണ്ണി പെരും കള്ള ഇരുത്തിക്കറ പക്കി. ഇതാണ് എന്റെ വീട്. ഇതാരാ വേലക്കാരൻ? ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഞാനിങ്ങോട്ട് വാ. സാറിന്റെ മോളാണല്ലേ എന്നോട് മകൾ സുബ്ബു. ചേച്ചി അനുഗ്രഹിക്കണം ചേച്ചി. ഓ പുണ്യവതി തന്നെ. ഇത്രയും വലിയ മഹാമനുഷ്യന്റെ മകളായി ജനിക്കാന്ന് പറഞ്ഞാൽ ഇതിപ്പരം പുണ്യം വല്ലതും ഉണ്ടോ? ഓ പുണ്യവതി തന്നെ. സുബ്ബു ഇന്റെ ആള് ചായക്കടയിൽ ചായ. ഞാൻ പറഞ്ഞതാ സാറേ. ചേച്ചി ഞാൻ ഈ നാട്ടുകാരനല്ല. ഞാൻ പുറത്തുനിന്ന് വന്നതാ. ഞാൻ ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിറങ്ങിയതാ ടൗണിൽ. ഞാൻ ബസ് ഇറങ്ങി ഇവിടെ വന്നൊരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചു പുറത്തോട്ട് ഇറങ്ങിയപ്പോ കാശ് കൊടുക്കാൻ നേരം ഉണ്ടല്ലോ എന്റെ പേഴ്സ് കാണുന്നില്ല. പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചോണ്ട് പോയി. അന്നേരം നാട്ടുകാരും ഹോട്ടലുകാരും എല്ലാരോടും കൂടി എന്നെ തല്ലിച്ചതച്ച സമയത്തുണ്ടല്ലോ ഈ അയ്യര് സാറ് ദൈവദൂതനെ പോലെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കാപ്പി കുടിച്ച 115 രൂപ കൊടുത്ത ഒരു മഹാമനുഷ്യനാണ് ഇദ്ദേഹം. ഇങ്ങനെ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സാറേ. ഞാൻ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വീട്ടിൽ ചെല്ലുന്നു നോക്കി എന്റെ ഭാര്യ അമ്മയും എന്റെ 2 മക്കളും കാത്തിരിക്കുക സാറേ. എന്റെ കൃഷ്ണ, ഈ പാവപ്പെട്ട മനുഷ്യന്റെ പൈസ എടുത്താണ് എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഈ ഉപകാരം നീ മറന്നാലും ഞാൻ മറക്കില്ല. കാരണം രൂപ 115 എന്റെ പോയത്. ആട്ടെ ഈ രാത്രിയിൽ ഇനി എങ്ങോട്ട് പോണു? ഇനിയിപ്പം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുക. അതിന് ചേട്ടന്റെ വീട് എവിടാ? കട്ടപ്പനയില്. അയ്യോ ഇനി ഈ രാത്രി എങ്ങനെ പോകും? ബസ് കിട്ടുമോ? ഏതെങ്കിലും വണ്ടി കിട്ടുമായിരിക്കും. വേണ്ട വേണ്ട, ഇനി എങ്ങും പോക വേണ്ട. എന്നോട് സുബ്ബു ഉണ്ടാക്കിയ തൈര് സാറ് സാപ്പിട്ട് രാവിലെ പോയാൽ മതി. അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. വേണ്ട സാറേ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. സുബ്ബു ഇദ്ദേഹത്തിനുള്ള അത്താഴം എടുത്തു വെക്കൂ. ശരിയപ്പാ.
പാചകമൊക്കെ നന്നായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മകളുടെ കൈപ്പുണ്ണ? ഏ? അല്ല, കൈപുണ്യം നന്നായിരുന്നു. എന്തു പറ്റി? സുഹൃതക്ഷയം. നല്ല കപക്കൂറുള്ള ദേഹം. സുബ്ബു, ഇദ്ദേഹത്തിന്റെ ബെഡ്റൂം റെഡിയായോ? അയ്യോ ഒന്നും വേണ്ട സാറേ, എനിക്കൊരു പായും തലേണയും തന്നാ മതി. ഞാൻ പുറത്ത് എവിടെയെങ്കിലും കിടന്നോളാം. ഈ രാത്രി ഒറ്റയ്ക്ക് എങ്ങനെയാ പുറത്ത് കിടക്കണേ? എന്റെ സാറേ, ഞാനൊരു അന്യനല്ലേ. ഒരു പരിചയമില്ലാത്ത എന്നെ വീടിനകത്ത് വിളിച്ച് കിടത്തിയിട്ട് നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞാൽ അത് വേണ്ട. ഞാൻ പുറത്ത് എവിടെയെങ്കിലും കിടന്നോളാം. നിങ്ങൾ വാതിലടച്ച് കിടന്നോ. സുബ്ബു, ഒരു പായും തലവണയും കൂടെ എടുത്തോണ്ട് വരാ. ഈ ഉപകാരം ഞാൻ മറക്കത്തില്ല സാറേ. ഇവിടെ ഇവിടെ അങ്ങോട്ട് വിളിക്കാം. അവിടെ അവിടെ കിടന്നോ. നീണ്ടു പുറത്ത് അങ്ങോട്ട് ഇരിക്കാം. പായ സുബ്ബു ചോദിച്ചിട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. കിടക്കാം കിടക്കാം കിടന്നോളൂ കിടന്നോളൂ. അപ്പോ നല്ല കൊതുകുണ്ട്. സുഖമായിട്ട് കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിടക്കാം. ദൈവമേ, ഇന്നത്തെ കാലത്ത് ഇതുപോലെ നല്ല ആൾക്കാരുണ്ടല്ലോ. ദൈവമേ രക്ഷിക്കണേ. അയ്യോ, എല്ലാവരും ഒന്ന് ഓടി വന്നേ. എന്താ എന്ത് പറ്റി? എന്റെ ബൈക്ക് കാണാതെ പോയി. കാണാതെ പോയെന്നോ? എങ്ങോട്ട് പോയി? ഞാൻ ഇന്നലെ രാത്രി ഇവിടെ തുടച്ചു മിനുക്കി വെച്ചിരുന്ന ബൈക്കാ. അതാരോ കൊണ്ടുപോയി. അയാൾ എവിടെ പോയി? അത് ശരിയാണല്ലോ, അയാൾ അവിടെ പോയി. എന്നെ അന്വേഷിക്കേണ്ട, ബൈക്ക് ഞാൻ കൊണ്ടുപോകുന്നു. നന്ദി. സമാധാനായല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ ബൈക്ക് കണ്ടവൻ കൊണ്ടുപോയപ്പോ അപ്പാക്ക് മോൾക്ക് തൃപ്തിയായല്ലോ. എന്റെ ഈ മരമണ്ട അപ്പകാരൻ എന്റെ ബൈക്ക് പോയത് അറിയോ? ഓ പിന്നെ, കഷ്ടപ്പെട്ട ബൈക്ക് 1 രൂപ കൊടുത്ത് മേടിച്ചല്ലേ. അത് കള്ളം കൊണ്ടുപോയാലും സാരമില്ല അല്ലേ അപ്പ? അല്ലെങ്കിൽ കള്ളത്തരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും മോശമല്ലല്ലോ. എന്റെ അപ്പ എനിക്ക് തന്ന പൈസ മോട്ടിക്കാൻ നോക്കിയതല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. കള്ളൻ, പെരുകള്ളൻ. പൊന്നു പോലെ വളർത്തിയ എന്റെ മോളെ നീ തല്ലിയല്ലേ?